സംഭവബഹുലമായ ഒരു യാത്രയുടെ ആദ്യത്തെ ക്ലിപ്പാണ് നിങ്ങൾ കാണുന്നത്. 4 മാസം മുന്നേ ബുക്ക് ചെയ്ത ഫ്ലൈറ്റ് ഒരു മുട്ടം പണി തന്നു. അതുകൊണ്ടാണ് ഈ ബസ്സിൽ ഇങ്ങനെ ഇരുന്ന് പോവേണ്ടി വന്നത്. ബസ്സിൽ യാത്ര ചെയ്യാൻ ഇഷ്ടമില്ലാത്ത ഈ ലിയോ സാറിനെയും കൊണ്ടാണ് ഞാൻ ഈ ഹണിമൂൺ പ്ലാൻ ചെയ്തത്. അപ്പോൾ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ഇത്രയും പണി കിട്ടുന്ന ഒരു യാത്രയായിരിക്കും ഇതെന്ന്. ലിയോ സാറിൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാൻ പാടില്ലേ, ആള് വീർപ്പ് മുട്ടിയാണ് ഈ വീഡിയോയിൽ തന്നെ ഇരിക്കുന്നത്. കെമ്പഗൗഡ എയർപോർട്ടിൽ നിന്നും ഈവനിങ് എടുക്കാനുണ്ടായിരുന്ന ഒരു ഫ്ലൈറ്റ് മാറി ഏർലി മോർണിംഗ് ആയാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതാണ് നമുക്കിവിടെ പറ്റിപ്പോയത്. അവർ മെയിലൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. ബട്ട് അൺഫോർച്യുനേറ്റ്ലി ആ മെയിൽസ് ഒന്നും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ പോകുന്നതിൻ്റെ 2 ദിവസം മുന്നേ പാതിരാത്രിയാണ് ഒരു ദിവസം ഞാൻ മെയിൽ ചെക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നമുള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ അതിനൊക്കെ എത്രയോ മുന്നേ നമ്മൾ ട്രെയിൻ എല്ലാം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, റെഡ് ബസ്സിൽ കിട്ടുന്ന ഒരു ബസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ കൊച്ചിയിൽ നിന്നും കെമ്പഗോഡിലേക്ക് ബസ്സിലൊരു യാത്ര കൊടുത്തു. ഈ ട്രിപ്പിൻ്റെ മുഴുവൻ ഐറ്റിനറിയും നമ്മൾ രണ്ടുപേരും ചേർന്നാണ് പ്ലാൻ ചെയ്തത്. ഈ ഒരു ട്രിപ്പ് എങ്ങനെയായിരുന്നു, എത്ര ബഡ്ജറ്റിൽ എവിടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഓരോ പാർട്ടായിട്ട് കിട്ടുന്നതായിരിക്കും. 5 മണിക്കൂർ മുന്നേ നമ്മൾ എയർപോർട്ടിൽ എത്തിയായിരുന്നു. അപ്പോൾ 5 മണിക്കൂർ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചൊക്കെ ഇരുന്ന് ടൈം കളഞ്ഞിട്ട് അവസാനം നമ്മുടെ ഫ്ലൈറ്റ് ബാംഗ്ലൂർ കെമ്പഗൗഡ എയർപോർട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്. അങ്ങനെ പുറപ്പെട്ടിരുന്നപ്പോൾ ലിയോ സാറിൻ്റെ ചെവിയിലൊക്കെ ഒരു സംഭവമൊക്കെ തിരികെ അങ്ങനെ തലവേദനിക്കാതിരിക്കാനുള്ള സെറ്റപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ താഴോട്ട് മേഘങ്ങളൊക്കെ നോക്കി ഇരിക്കുമായിരുന്നു. അങ്ങനെ നേരം പെരപെരാ പിളർന്നപ്പോൾ ഇങ്ങനെ നല്ലൊരു വ്യൂ നമുക്ക് കിട്ടിയായിരുന്നേ. സൺറൈസിൻ്റെ രണ്ടുപേരും നല്ല മാച്ചിങ് ഡ്രസ്സ് ഇട്ട മാതിരി ഉണ്ടായിരുന്നു. പുതിയ സ്ഥലം, പുതിയ എക്സ്പീരിയൻസ്, അതെല്ലാം ആലോചിച്ചാണ് നമ്മൾ ആ ഫ്ലൈറ്റിൽ അത്രയും നേരം ഇരുന്നത്. ലിയോ സാറിൻ്റെയും എൻ്റെയും ആദ്യത്തെ ലോങ് ട്രിപ്പാണിത്. 20 ദിവസത്തെ ഐറ്റിനറിയാണ് ഇതിലുള്ളത്. അങ്ങനെ ഓൾമോസ്റ്റ് നമ്മൾ എത്താറായി, നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ വിശേഷങ്ങളുമായിട്ട് നമ്മൾ അടുത്ത പാർട്ടിലായിട്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വരും. ലാൻഡ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വിൻഡോയിൽ നിന്നുള്ള ആ വ്യൂ. കേരളത്തിൻ്റെ അത്രയും പച്ചപ്പും ഹരിതാഭയും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങുന്ന എയർപോർട്ടിൻ്റെ അടുത്തൊന്നും അത്രയ്ക്കും ഭംഗിയുള്ളൊരു സീനറി ആയിരുന്നില്ല. എന്നിരുന്നാലും ഒരുപാട് കൃഷിയിടങ്ങളും കുളങ്ങളും ഒക്കെ നമ്മൾ കണ്ടു. അങ്ങനെ ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യാൻ പോവാണ്. ഓൾമോസ്റ്റ് 1 മിനിറ്റിനുള്ളിൽ ഇത് ലാൻഡ് ചെയ്യും. എന്നാൽ ഇതും നമ്മുടെ ഡെസ്റ്റിനേഷൻ അല്ല, ഇതൊരു കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു. നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് ഇനിയും ഒരു 1 മണിക്കൂറോളം യാത്രയുണ്ട്, വെയിറ്റിംഗ് ടൈം ഉൾപ്പെടെ. അങ്ങനെ ഒരു 1.5 മണിക്കൂർ ഗ്യാപ്പിൽ നമ്മൾ പിന്നെയും നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്ക് യാത്ര തുടങ്ങുകയാണ്. ആകാംക്ഷ കൂടിപ്പോയാലോ, നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാലോ അതിലേക്ക് എത്താൻ ഒരുപാട് നേരം പിടിക്കുന്ന പോലെ ഒരു തോന്നലില്ലേ, അതുപോലെയായിരുന്നു ഞങ്ങൾക്ക്. നമ്മൾ തലേ ദിവസം ബാംഗ്ലൂരോട്ടുള്ള ബസ് കയറിയപ്പോൾ മുതൽ ഇവിടം വരെയും ഇങ്ങനെ ആകാംക്ഷയോടെ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. വെറുമൊരു നോർമൽ ഹണിമൂൺ ട്രിപ്പായിട്ട് മാത്രമല്ല നമ്മളിതിനെ പ്ലാൻ ചെയ്തിരുന്നത്. ഇന്ത്യയുടെ അകത്തുള്ള വളരെയധികം ഡിഫറെൻ്റ് ആയിട്ടുള്ള സംസ്കാരത്തെ പഠിക്കാനുള്ള ഒരു ടൈമും കൂടി ആയിട്ടാണ് നമ്മളിത് എടുത്തത്. അതുകൊണ്ടാണ് എന്തുകൊണ്ട് 20 ദിവസത്തെ ഹണിമൂൺ, അല്ലെങ്കിൽ എന്തുകൊണ്ട് 20 ദിവസം എന്നുള്ള ആ ഒരു ടൈമിംഗ് ഇതിലേക്ക് വരുന്നത്. പിന്നെയും കുറച്ചധികം നേരം ഈ സോപ്പുപത പോലത്തെ മേഘങ്ങളുടെ ഇടയിൽ കൂടി നമ്മളിങ്ങനെ യാത്ര ചെയ്തു. എത്താറായി എന്നാണ് വിചാരിക്കുന്നത്. ഇപ്പം ആയിരിക്കും അല്ലേ എന്നാണ് ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നത്. എങ്ങോട്ടാണ് എന്നുള്ളത് അടുത്ത വീഡിയോയിൽ പറയാം. ഇതെന്താ എത്താത്തേ? അങ്ങനെ പിന്നെയും ബോറടിച്ചിരുന്നപ്പോൾ വരുന്ന നമ്മുടെ ഒരു എയർ ഹോസ്റ്റസ് മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് എന്തു പറ്റി എന്നുള്ളൊരു മുഖഭാവത്തിൽ ഞാനിരുന്നപ്പോൾ എന്നോട് വന്ന് ഇങ്ങോട്ട് സംസാരിച്ചു കേട്ടോ. കുട്ടിക്ക് എന്നെ അറിയാമെന്ന് പറഞ്ഞിരുന്നു. ലക്ഷ്മി എന്നായിരുന്നു എയർ ഹോസ്റ്റസിൻ്റെ പേര്. ആൾ മലയാളിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നേ. അങ്ങനെ ഫ്ലൈറ്റിലിരുന്ന് ഞാൻ കുറച്ചുകൂടി അങ്ങ് പൊങ്ങിപ്പോയപ്പോൾ പിന്നെ നമ്മൾ പച്ചപ്പും ഹരിതാഭയും ഒക്കെ കണ്ടു തുടങ്ങി. നമ്മൾ ഡെസ്റ്റിനേഷൻ എത്താറായി എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അങ്ങനെ ഒരു വലിയ ഗ്രൗണ്ട് കണ്ടു. ആ ഗ്രൗണ്ടിൻ്റെ അതുവഴി നമ്മളിങ്ങനെ കറങ്ങി പോവാണ്. നേരത്തെ ആ ഒരു കണക്ഷൻ ഫ്ലൈറ്റ് നിർത്തിയ സ്ഥലത്തെക്കാട്ടിലും കുറച്ചും കൂടി ഒരു പച്ചപ്പും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ചും കൂടി ഒരു മിസ്റ്റി ഫീലുള്ള ഏരിയ ആയിരുന്നേ. നമ്മൾ ലാസ്റ്റ് ഫ്ലൈറ്റൊക്കെ ഇറങ്ങി. പിന്നെ ലിയോ സാറുള്ളപ്പോൾ വേറെ ഒരു വെയിറ്റർ നമുക്ക് ആവശ്യമില്ലാത്തതുകൊണ്ട് ലിയോ സാറിന് ഇതെല്ലാം കൊണ്ടുവന്ന് ക്യാബിൽ വെച്ചേ. അങ്ങനെ ഇവിടെ മുതൽ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യുവാണ്.